ഞാൻ പറഞ്ഞ ആ സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞത് അതിന്റെ ലൊക്കേഷൻ ഈ പള്ളിയാണ്. ഏത് ഇതിലെ സെന്റ് മേരീസ് സ്നാനായ സിറിയൻ ചർച്ച് പ്രാപ്പോയില്. അപ്പൊ അന്ന് നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ 6 കിലോമീറ്റർ മാറിയിട്ട് പ്രാപ്പോയിൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 35 സെന്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാനും പ്ലോട്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പള്ളിന്റെ തൊട്ടപ്പുറത്തെ 2ാമത്തെ പ്ലോട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളി കേട്ടോ. പിന്നെ നിങ്ങൾ വീട് സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ വിളിക്കുക. അപ്പം ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പം നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ എത്താനുള്ള വഴി സൗകര്യം പറഞ്ഞുതരാം. പയ്യന്നൂർ ചെറുപുഴ നേരെ തിരുമേനി റൂട്ടിൽ നിന്ന് പ്രാപ്പോയിൽ ഈസ്റ്റ് നിന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് മെയിൻ റോഡിൽ നേരെ 100 മീറ്റർ മാത്രമേ നമ്മളെ പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് അറിയണം കേട്ടോ. അപ്പൊ ഇതാക്കണം നിങ്ങളുടെ എത്തിന്റെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതാക്കണം ഈ കാണുന്ന സെന്റ് മേരീസ് സ്നാനായ സിറിയൻ ചർച്ച് പ്രാപ്പോയിൽ. അപ്പൊ ഇതാണ് ഇവിടേക്കാണ് എത്തേണ്ടത്. അതിന്റെ തൊട്ടപ്പുറത്ത് 2ാമത്തെ പ്ലോട്ടാണ്. ഇതിന്റെ ലാൻഡ് മാർക്ക് ഇതാണ് കേട്ടോ. അപ്പൊ ആ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് പറഞ്ഞ് തുടങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സ്ഥലം നോക്കിയാൽ മൊത്തം 35 സെന്റ് സ്ഥലമാണ് വരുന്നത്. നല്ല ലെവൽ പ്ലോട്ടാണ് കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ടാണ്. ഇപ്പൊ നിലവിൽ ഇവർ ഇതിനകത്ത് കൃഷിയെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ്. കപ്പയും മറ്റും കൃഷിയെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ്. അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ട് നമുക്ക് പഞ്ചായത്ത് വരുന്ന ചെറുപുഴ പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്ന തിരുമേനിയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് വെറും 39 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതുപോലെ ചെറുപുഴയെന്നാണെങ്കിൽ 6 കിലോമീറ്റർ ആണ് കേട്ടോ. പിന്നെ തളിപ്പറമ്പ് എന്നൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇനി നമുക്ക് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാതാക്കണ ഫ്രണ്ട് തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലും എല്ലായിടത്തും പോസ്റ്റൊക്കെ ഉണ്ട്. പഞ്ചായത്ത് റോഡാണ് റോഡ് വരുന്നത്. പിന്നെ ഇതാക്കണ നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഇപ്പുറം ഭാഗത്ത് 2 സൈഡിലും റോഡ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും വീടുകളൊക്കെ ഇഷ്ടം പോലെയുള്ള ഏരിയ ആണ് കേട്ടോ. സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അങ്ങോട്ടൊക്കെ വീടുകളും നല്ല രസമുണ്ടല്ലേ, കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ള ഒരു സ്ഥലം അല്ലേ. അതെ. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. 2 കിലോമീറ്റർ അങ്ങോട്ട് തിരുമേനിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുളപ്രയിലോട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി. അതുപോലെ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് പ്രാപ്പോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 2 മുസ്ലിം പള്ളി ഉണ്ട്. പിന്നെ നടക്കാൻ ദൂരത്തിൽ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്നൂരാണ് വരുന്നത്. പയ്യന്നൂർക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ ഈ അടുത്തുള്ള നമുക്ക് എയർപോർട്ട് വരുന്നത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അങ്ങോട്ട് വേറെ ഒരു 63 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു സൈഡിൽ നോക്കിയാൽ റോഡൊക്കെ വലിയ റോഡാട്ടോ. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും കൊണ്ടുപോകാൻ സൗകര്യത്തിനുള്ള വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്ലോട്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും കൊടുക്കാം. കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഈ ഒരു സൈഡിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ചുറ്റുഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, നല്ല കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു സ്ഥലം കേട്ടോ. കിടിലനൊരു സ്ഥലല്ലേ. അതെ. ഇപ്പൊ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പോ ഈ സ്ഥലങ്ങൾ എടുക്കാന്നുണ്ട് ഞങ്ങൾക്ക് പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ നോക്കണ്ടേ. പ്രാപ്പോയിൽ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ നമുക്ക് തിരുമേനി എത്തി കഴിഞ്ഞാൽ അവിടെ തിരുമേനിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ കോളേജുകൾക്കാണെങ്കിൽ ചെറുപുഴയ്ക്ക് 6 കിലോമീറ്റർ ചെറുപുഴ എത്തിക്കഴിഞ്ഞാൽ അവിടെ കോളേജും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. തിരുമേനിയിലോട്ട് നമുക്ക് 1.5 കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് പ്രാപ്പോയിലോട്ട് പോകാനും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ലൈൻ ബസ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ ബസ്സുകൾ ഓടുന്നതാണ്. നമുക്ക് പയ്യന്നൂരിന് ബസ്സുണ്ട്, തളിപ്പറമ്പിന് ബസ്സുണ്ട്, ചെറുപുഴയ്ക്കൊക്കെ ഇഷ്ടം പോലെ ബസ്സുകളൊക്കെ ഓടുന്ന റൂട്ടാണ് കേട്ടോ. ഒരു പ്ലോട്ടിൽ ഇപ്പോൾ ഇതാണ് ഫുള്ള് കണ്ടില്ല നിങ്ങൾ കപ്പ ഇട്ടേക്കാണ് കേട്ടോ. ഫുള്ള് കപ്പ ഇടാൻ വേണ്ടിയിട്ട് ഇവർ പാട്ടത്തിന് കൊടുത്തേക്കാണ്. നല്ല മണ്ണുള്ള സ്ഥലമാണ്. കൃഷിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള നല്ല മണ്ണുള്ള സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ കപ്പ, പിന്നെ ചേമ്പ് എന്ന് വേണ്ട ഒരുവിധം എല്ലാ കൃഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല മണ്ണുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം മണ്ണുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറോ അല്ലെ ബോർവെല്ലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഒരു സംശയം ഉണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിനകത്ത് വീട്ടിൽ ഇതാക്കുന്ന ഇവിടെ കിണറാണുള്ളത്. അപ്പൊ അതിനകത്തുള്ള വെള്ളം ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നോക്കി ഇഷ്ടം പോലെ വെള്ളം കേട്ടോ. കിണറെല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കി വെള്ളമൊക്കെ കിണറെല്ലാം കുഴിക്കാന്നുണ്ട് ഇഷ്ടം പോലെ വെള്ളമെല്ലാം കിട്ടും. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളമുള്ള ഏരിയ ആണ്. അപ്പം എങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പ്രാപ്പോയിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമുക്ക് ഈ ടാറിംഗ് റോഡ് ഉണ്ട്. അല്ലെങ്കിൽ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. പാർട്ടിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 1,25,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണർ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരും കേട്ടോ. എല്ലാ വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. നിങ്ങൾ ഫുൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.